ത്തിലേക്ക് പ്രവേശിക്കാം. സർവകൃപാലുവായ ത്രിയേക ദൈവത്തിന്റെ നാമത്തിന് മഹത്വവും പുകഴ്ചയും ഉണ്ടാകട്ടെ. ആദരണീയരായ കർത്താവിന്റെ ദാസന്മാർക്കും ക്രിസ്തുവേശുവിൽ എൻ്റെ കൂട്ടവകാശികളായ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ അഭിവാദനങ്ങളെ ആദരവോടെ ഈ സമയത്ത് അറിയിക്കുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ദൈവം നമ്മെ കാത്ത് സൂക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം. പിന്നെയും കൺമണി പോലെ കർത്താവ് നമ്മെ കാക്കട്ടെ. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ മറയ്ക്കും പോലെ സകലവിധ അനർത്ഥങ്ങളും ഒഴിഞ്ഞു പോകുമ്പോൾ കർത്താവിൻ്റെ തിരുച്ചിറകടിയിൽ അവന്റെ തൂവലുകളാൽ നാം മറയപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. ദൈവം നമുക്ക് സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയുമായിരിക്കട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കുവാനും ദൈവം പിന്നെയും സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അല്പദിവസങ്ങളിലെ ഇടവേള ഉണ്ടായതുകൊണ്ട് ഒരു പക്ഷേ നമ്മുടെ പഠിച്ചു വന്ന വിഷയം അല്പം ബന്ധം മുറിഞ്ഞ് കാണാം. എങ്കിലും നമുക്ക് ആ വിഷയത്തിലേക്ക് മടങ്ങിയെത്താം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗമാണ് നമ്മുടെ ചിന്താവിഷയം. സർദീസിലെ സഭയ്ക്കുള്ള സന്ദേശം. യോഹന്നാൻ അപ്പോസ്തലനിൽ കൂടെ സഭയുടെ നാഥനായ കർത്താവ് കൈമാറുന്നു. നാം അതാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അതിൽ സഭയ്ക്കുള്ള വാഗ്ദത്തങ്ങൾ ആണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. ആണല്ലോ, എനിക്ക് തെറ്റുപറ്റിയില്ലല്ലോ. സ്തോത്രം. സഭയ്ക്കുള്ള വാഗ്ദത്തങ്ങൾ. ആ വാഗ്ദത്തങ്ങളിൽ ഒന്നാമത്തേത് നാം കണ്ടു. സ്തോത്രം. എന്തായിരുന്നു? യോഗ്യന്മാർ എന്ന ഒരു സാക്ഷ്യപത്രം. യേശുക്രിസ്തുവിന്റെ സാക്ഷ്യപത്രത്തെക്കാൾ, ഒരു സർട്ടിഫിക്കറ്റിനേക്കാൾ മൂല്യവത്തായത് മറ്റൊന്നുമില്ലെന്ന് നമുക്കറിയാം. പലവിധ യോഗ്യതകളെ കുറിച്ച് നാം തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. നാം അതിൽ ചിലതിനെ കുറിച്ചൊക്കെ ഒന്ന് നോക്കിയായിരുന്നു. സ്തോത്രം. നാം രണ്ടാമത്തേതും ചിന്തിച്ചു തുടങ്ങി. രണ്ടാമത്തെ വാഗ്ദത്തമാണ് രണ്ടാമത്തെ വാഗ്ദത്തം നോക്കിയായിരുന്നല്ലോ, തുടങ്ങിയായിരുന്നല്ലോ നമ്മളല്ലേ? നീതീകരണത്തെ നാം നിലനിർത്തും. സ്തോത്രം. വാഗ്ദത്തം ദൈവജനത്തിന്റെ യോഗ്യതകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു. അതിൽ രണ്ടെണ്ണം പറഞ്ഞു നിർത്തി. സ്തോത്രം. ആ രണ്ട് യോഗ്യതകളെ കുറിച്ചാണ് നമ്മൾ കണ്ടത്. ഒന്ന്, എന്താണ് നമ്മുടെ യോഗ്യത? ജനനം കൊണ്ടോ കർമ്മം കൊണ്ടോ, അതായത് സ്വഭാവം കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ നാം ആരും യോഗ്യരല്ല. പ്രകൃതിയാൽ, സ്വഭാവത്താൽ എന്തിനായിരുന്നു നമുക്ക് യോഗ്യത? കോപത്തിന്റെ മക്കളായിരുന്നു. വെരി ഗുഡ്. പ്രകൃതിയാൽ, എഫേസ്യർ 2:3, പ്രകൃതിയാൽ മറ്റുള്ളവരെ പോലെ നാം കോപത്തിന്റെ മക്കളായിരുന്നു. അപ്പോൾ പ്രകൃതിയാ നമുക്ക് യോഗ്യത ഉണ്ടായിരുന്നത് ദൈവക്രോധത്തിന് മാത്രമാണ്, ദൈവത്തിന്റെ ശിക്ഷാവിധിക്ക് മാത്രമാണ്. പക്ഷേ നമ്മെ ഇപ്പോൾ കർത്താവ് യോഗ്യന്മാരെന്ന് സാക്ഷീകരിക്കുന്നു. ആ യോഗ്യതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് എല്ലാം കൂടെ ക്രോഡീകരിച്ച് നമ്മൾ രണ്ടെണ്ണത്തിലാക്കി അങ്ങ് ചിന്തിച്ചത്. ഒന്നാമത്തേത് justification, cleansing with the blood of
ക്ലെൻസിങ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ്. യേശുവിന്റെ അഥവാ കുഞ്ഞാടിന്റെ രക്തത്താലുള്ള കഴുകൽ. ആ കഴുകൽ നിമിത്തം നമുക്ക് നീതീകരണം ലഭിക്കുന്നു. നമ്മെ നീതിമാന്മാർ എന്ന് സ്വർഗീയ കോടതി വിധിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. സ്തോത്രം. ഇറ്റ്സ് എ ഡിക്ലറേഷൻ ഓഫ് ദ ഹെവൻലി കോർട്ട് that we are free from guilt. സ്തോത്രം. നാം കുറ്റവിമുക്തരെന്ന്, പാപം ചെയ്യാത്തവരായി ദൈവം നമ്മെ കാണുന്നു എന്ന പ്രഖ്യാപനം, അത് കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവർ എന്ന പ്രയോഗത്തിൽ നിന്നുമാണ് മനസ്സിലാക്കിയത്. യേശുവിന്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തം. സ്തോത്രം. ധാരാളം തെളിവുകൾ തിരുവെഴുത്തിൽ നമുക്കുണ്ട് രക്തത്താലുള്ള ശുദ്ധീകരണത്തെ കുറിച്ച്. അങ്ങനെയാണ് നാം യോഗ്യരാകുന്നത്. രണ്ടാമത്തെ അതിന്റെ ഘടകമാണ് ദൈവം നമ്മെ ശുദ്ധീകരിച്ച് നീതീകരിച്ച് നിർത്തിയ നീതീകരണത്തിൽ നിലനിൽക്കുക. സൂസമ്മ അമ്മ പറഞ്ഞതുപോലെ ആ നീതീകരണത്തിൽ നാം നിലനിൽക്കുക. സ്തോത്രം. പിന്നീട് നമ്മുടെ ഉടുപ്പ് മലിനമാകുവാൻ നാം അനുവദിക്കാതെ ഇരിക്കുക. വെളിപ്പാട് പുസ്തകം അവസാന അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കുക. നീതി ചെയ്യുന്നവൻ ഇനിയും നീതി ചെയ്യുക. സ്തോത്രം. അപ്പോൾ ആത്മാവിലും ജഡത്തിലുമുള്ള കന്മഷങ്ങളെ നീക്കിക്കളയുക. ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അങ്ങനെ ഒരിക്കൽ നീതീകരണവും വിശുദ്ധീകരണവും നമുക്ക് ലഭിച്ചെങ്കിൽ ആ നീതീകരണത്തിൽ തുടരുന്ന അവസ്ഥ, ആ വിശുദ്ധീകരണത്തിൽ വളരുന്ന അവസ്ഥ, അതാണ് നമ്മുടെ യോഗ്യതയായി ഇവിടെയുള്ള. അതാണ് കർത്താവ് പറഞ്ഞത്, ഉടുപ്പും മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കവിടെയുണ്ട്. അതായത് യേശുവിന്റെ കുഞ്ഞാടിന്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിച്ച് നീതീകരിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെ നിലനിൽക്കുക. യേശുക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിൽ വളർന്നു വരിക. സ്തോത്രം. മനസ്സിലായല്ലോ? കണ്ടിന്യൂയിങ് persistently, steadfastly in the imputed righteousness, and secondly, eventually growing in the sanctification. രണ്ട് കാര്യങ്ങള്. നീതീകരണത്തിന്റെ എമൗണ്ടിന്, നീതീകരണത്തിന്റെ തുകയ്ക്ക്, നീതീകരണത്തിന്റെ അവസ്ഥയ്ക്ക് ഏറ്റക്കുറച്ചിലുകളില്ല. ഞാനും പൗലോസും പത്രോസും നിങ്ങൾ ഓരോരുത്തരും പ്രാപിച്ച, നമുക്ക് ദൈവം നൽകിയ നീതീകരണം ഒരേപോലെയുള്ളതാണ്. അതിൽ ഇച്ചിരി കുറവും കൂടുതലും ഇല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? There is no decreasing or increasing in the amount of righteousness God imputes upon us. ദൈവം നമ്മുടെ മേൽ കണക്കിടുന്ന നീതിക്ക് ഏറ്റക്കുറച്ചിലുകളില്ല. പ്രയാസമില്ലല്ലോ? കാരണം നമ്മുടെ മേൽ കണക്കിടുന്ന നീതി ആരുടെ നീതി അല്ല? നമ്മുടെ സ്വന്തം നീതിയല്ല. യെസ്, നമ്മുടെ സ്വന്തം നീതി അല്ല. നമ്മുടെ സ്വന്തം നീതിയല്ല. നമ്മുടെ സ്വന്തം നീതി ആയിരുന്നെങ്കിൽ ഏറ്റക്കുറച്ചിൽ കണ്ടേനെ. എന്റെ നീതിക്കും ഡോക്ടർ സാജുവിന്റെ നീതിക്കും തമ്മിൽ വ്യത്യാസം ഉണ്ടായേനെ. സ്തോത്രം.
വലിയ സോഫിയയുടെയും കൊച്ചു സോഫിയയുടെയും നീതിക്ക് തമ്മിൽ വ്യത്യാസം ഉണ്ടായേനെ. സ്തോത്രം. ബാബു അങ്കിളിന്റെയും ജോയ്ക്കുട്ടിച്ചാന്റെയും സഹോദരന്മാരാണെങ്കിലും നീതി തമ്മിൽ വ്യത്യാസം ഉണ്ടായേനെ. പക്ഷേ നമ്മുടെ മേൽ കണക്കിടുന്ന നീതി നമ്മുടെ നീതി അല്ല, നമ്മൾ നേടുന്ന നീതിയല്ല. അത് കണക്കിടുന്ന നീതിയാണ്. ആ കണക്കിടുന്നത് തുല്യമായിട്ട് ആരുടെ നീതി? ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ നീതി. ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ നീതിയാ. അതെ, ക്രിസ്തുവിന്റെ നീതിയാ. ആ നീതിക്ക് ഏറ്റക്കുറച്ചിലൊന്നുമില്ല. അപ്പോൾ നമ്മൾ എല്ലാവരും നീതീകരിക്കപ്പെടുന്നത് ഒരേ അളവിലാണ്. സ്തോത്രം. ഒരേ അളവിലാണ് നമ്മൾ നീതിമാന്മാരായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ യോഗ്യത കർത്താവിനോട് കൂടെ വസിക്കുന്നതിന്, കർത്താവിന്റെ കൂടെ നടക്കുന്നതിന് നമ്മുടെ യോഗ്യതയുടെ രണ്ടാം ഭാഗമാണിത്. കർത്താവ് നമ്മുടെ മേൽ കണക്കിട്ട നീതിയിൽ നിലനിൽക്കുക. Persistently continue, steadfastly continue in the same justice or the righteousness the Lord imputed upon us. അതിൽ നിലനിൽക്കുക. എന്നാൽ രണ്ടാമത്തെ ഭാഗമോ സാങ്ക്ടിഫിക്കേഷൻ ആണ്, വിശുദ്ധീകരണമാണ്. വിശുദ്ധീകരണത്തിന് എന്തുണ്ട്? വളർച്ചയും തളർച്ചയും ഉണ്ടാകാം. വിശുദ്ധീകരണത്തിന് ഓരോ വ്യക്തികളുടെ വിശുദ്ധീകരണത്തിനും വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ പണ്ട് പഠിച്ചു, വിശുദ്ധീകരണം കണക്കിടുന്നതല്ല. നീതി കണക്കിടുന്നത് പോലെ വിശുദ്ധീകരണം കണക്കിടുന്നതല്ല. അത് നാം ഓരോരുത്തരും വ്യക്തി ജീവിതത്തിൽ പ്രായോഗികമായി പ്രാപിക്കേണ്ടതാണ്. അതുകൊണ്ട് നമുക്കെന്തു വേണം? വിശുദ്ധീകരണത്തിൽ വളർച്ച വേണം. വിശുദ്ധീകരണത്തിന്റെ തികവിലേക്ക് നമ്മൾ വളരണം. സ്തോത്രം. ആ വിശുദ്ധീകരണത്തിൽ നമ്മളൊക്കെ വ്യത്യസ്തരാണ്. എവിടം വരെ വളരാൻ പറ്റും നമുക്ക്? അല്ലെങ്കിൽ എവിടം വരെ വളരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് വിശുദ്ധീകരണത്തിൽ? അതെ, ക്രിസ്തുവിനോളം. ക്രിസ്തുവിനോളം മനുഷ്യനായി ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ച യേശുവിനെ പോലെ നമ്മൾ വിശുദ്ധരാകണം. എല്ലാ നടപ്പിലും, ഏതെങ്കിലുമൊക്കെ വശങ്ങളിലല്ല, സകലത്തിലും. ആ വിശുദ്ധീകരണത്തിന്റെ വളർച്ച നാം പ്രാപിക്കുന്നത്, അഥവാ വളർന്നുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയാണ് യോഗ്യതയുടെ രണ്ടാം ഭാഗം. സ്തോത്രം. അതിന് ആ വിശുദ്ധീകരണത്തിന്റെ നിലവാരം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ വിശുദ്ധീകരണത്തിന്റെ നിലവാരമാണ്. സ്തോത്രം. കർത്താവിന്റെ നീതി നമുക്ക് ലഭിച്ചത് എത്ര വലിയ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എത്ര വലിയ സമാധാനമാണ്. തീർച്ചയായും വർണ്ണനാതീതമാണ്, ചിന്താതീതമാണ്. പൗലോസിനെ പോലെ അതിൻ്റെയൊക്കെ മുമ്പിൽ ദൈവത്തിൻ്റെ ജ്ഞാനം, അറിവ്, നീതി, കരുണ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നിൽക്കാനേ കഴിയുകയുള്ളൂ. സ്തോത്രം. നമ്മുടെ ബുദ്ധി അപരിമിതമായ ആ കൃപയെയോ നീതിയെയോ ഗ്രഹിക്കുന്നതിന് പര്യാപ്തമല്ല. സ്തോത്രം. അപ്പോൾ ഇതാണ് യോഗ്യത. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത്. ഒന്ന്, കുഞ്ഞാടിന്റെ രക്തത്താലുള്ള കഴുകൽ, അത് ദൈവത്തോടുള്ള നിരപ്പും
സ്തോത്രം, നമുക്ക് ലഭിക്കുന്ന നീതീകരണവും ഒക്കെയാണ്. അത് സൗജന്യമായി നമുക്ക് ലഭിക്കുന്നു. വിശ്വസിക്കുകയും മാനസാന്തരപ്പെടുകയും കർത്താവിൽ ആശ്രയിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കർത്താവ് നമുക്കത് സൗജന്യമായി നൽകുന്നു എന്ന് നമ്മൾ കണ്ടു. 2, നാം ആ നീതീകരണത്തിൽ നിലനിൽക്കുകയും വിശുദ്ധീകരണത്തിൽ നമ്മൾ ബാക്കി പറഞ്ഞാട്ടെ വളരണം, പെർഫെക്റ്റ് ആണ്, വളരുകയും ചെയ്യണം. ക്രിസ്തു എന്ന തലയോളം അല്ലെങ്കിൽ ക്രിസ്തുവിനെ പോലെ നമ്മൾ ആയിക്കൊണ്ടേയിരിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ സ്തോത്രം നാം യോഗ്യർ എന്ന ഭാഗത്തെത്തും. ഇത്രയും കാര്യങ്ങളിൽ സംശയങ്ങളൊന്നും ഇല്ലല്ലോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഒരു ചോദ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് അടുത്ത ഭാഗത്ത് ക്ലിയർ ആയിക്കൊള്ളും. അന്ന് ചോദിച്ചതാണ്, ഒടുവിൽ ഞാനതിന് ഉത്തരം പറഞ്ഞു. എന്നാൽ അതായിരുന്നില്ല ചോദ്യകർത്താവിന്റെ ഉദ്ദേശമെന്ന് എന്നെ പിന്നീട് അറിയിച്ചു. അത് നമ്മൾ രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ അതുണ്ടാകും, അതിന്റെ മറുപടി ഉണ്ടാകും. മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഇല്ല എങ്കിൽ രണ്ടാമത്തെ വാഗ്ദത്തത്തിലേക്ക് വരുന്നു. ഒരിക്കൽ കൂടെ നമുക്ക് അതിന്റെ 4 മുതൽക്കുള്ള വാക്യങ്ങൾ വായിക്കാമല്ലോ. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്നും മായിച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. സ്തോത്രം. ഒരു താക്കീതായി കർത്താവ് സർദീസുകാരോട് പറഞ്ഞത് വാഗ്ദത്തമായും കൂടെ നമുക്ക് സ്വീകരിക്കാം. അത് എന്താണ് താക്കീതായിട്ട് ജനത്തോട് പറഞ്ഞത്? നമ്മൾ ഓർക്കുമല്ലോ, നീ മാനസാന്തരപ്പെടാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. നമുക്കത് ഒരു വാഗ്ദത്തമായി ഇവിടെ സ്വീകരിക്കാം. കർത്താവ് കള്ളനെ പോലെ വരും എന്നത് അനുസരണം കെട്ടവർക്ക് ഭീഷണിയാകുമ്പോൾ, അനുസരണം കെട്ടവർക്ക് അത് ഒരു താക്കീതാകുമ്പോൾ, അനുസരിക്കുന്നവർക്ക് അഥവാ യോഗ്യന്മാരായവർക്ക് അതെന്താണ്? വാഗ്ദത്തമാണ്. അപ്പോൾ വേദപുസ്തകം പൊതുവെ ക്രിസ്തുവിന്റെ വരവിനെ ദ പ്രോമിസ്, വാഗ്ദത്തം എന്നാണ് വിളിക്കുന്നത്. സ്തോത്രം. കർത്താവിന്റെ വരവിനെ തിരുവെഴുത്ത് വിളിക്കുന്നത് വാഗ്ദത്തം. ഏറ്റവും പ്രധാനപ്പെട്ട തിരുവെഴുത്തിലെ വാഗ്ദത്തം നമ്മുടെ കർത്താവിന്റെ വരവാണ് എന്ന് നമുക്ക് അറിയാമല്ലോ. സ്തോത്രം. നമ്മൾ മുമ്പ് വായിച്ചിട്ടുള്ള 2 പത്രോസ് 3:3 വാക്യം, 2 Peter 3:3. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവിൻ. 9 ഓൾസോ. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല.
കണ്ട ഇവിടെ 2 വാക്യങ്ങളിലുമായിട്ട് നമ്മൾ കാണുന്നത് ദ പ്രോമിസ്. 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു വെയർ ഈസ് ദ പ്രോമിസ് ഓഫ് ഹിസ് കമ്മിങ്. സ്തോത്രം. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? സോ the ultimate promise in the Bible is the very promise of his coming. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദത്തം എന്ന് പറയുന്നത് സ്തോത്രം കർത്താവിന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തമാണ്. 9-ാമത്തെ വാക്യത്തിലും നമ്മൾ അതാണ് കണ്ടത്. സ്തോത്രം. കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കുന്നതിന് താമസിക്കുന്നില്ല. കർത്താവിന്റെ വരവിന്റെ വാഗ്ദത്തം തന്നെയാണല്ലോ. സോ ക്രൈസ്റ്റ് കമ്മിങ് ഈസ് ദ അൾട്ടിമേറ്റ് പ്രോമിസ് ഗിവൻ ടു ദ ചർച്ച്. സഭയ്ക്ക് നൽകപ്പെട്ട ഏറ്റവും വിലയേറിയ വാഗ്ദത്തം എന്ന് പറയുന്നത് കർത്താവിന്റെ വരവിന്റെ വാഗ്ദത്തമാണ്. സ്തോത്രം. കർത്താവിന്റെ വരവിന്റെ വാഗ്ദത്തം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന 2-ാമത്തെ വാഗ്ദത്തം കർത്താവിന്റെ വരവിന്റെ വാഗ്ദത്തമാണ്. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ യേശുക്രിസ്തു തന്റെ ചങ്കിലെ 5.5 ലിറ്ററിലധികം രക്തം സ്ത്രീധനമായി നമുക്ക് തന്ന് നമ്മെ തനിക്കായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ വിവാഹ നിശ്ചയം കഴിഞ്ഞ മണവാട്ടികളാണ്. നമ്മൾ വെറും കന്യകമാരല്ല, വിവാഹ നിശ്ചയം കഴിഞ്ഞ മണവാട്ടികളായ കന്യകമാരാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു മണവാട്ടിക്ക് ഏറ്റവും വലിയ വാഗ്ദത്തം വിവാഹത്തിന്റെ വാഗ്ദത്തമാണ്. സ്തോത്രം. നമ്മുടെ ഇവിടെയൊക്കെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യ, എനിക്കൊന്ന് കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിൽ ഉത്തരേന്ത്യയിൽ വിവാഹം നടക്കുന്നത് പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചാണ്. ചെറുക്കൻ കൂട്ടര് വലിയ ആരവാരങ്ങളോടുകൂടെ വന്ന് പെൺകുട്ടിയുടെ വീട്ടിൽ വന്ന് വിവാഹം ചെയ്ത് അവളെയും കൊണ്ടങ്ങ് പോവുകയാണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ വിവാഹം കഴിച്ച് പെണ്ണിന്റെ വീട്ടിലേക്ക് ഗൃഹപ്രവേശം നടത്തുന്ന പരിപാടി ഇവിടെ ഇല്ല. കുറെ കൂടെ ബിബ്ലിക്കലായിട്ട് എനിക്ക് ഇവിടുത്തേതാ തോന്നുന്നത്. വേദപുസ്തക പ്രകാരമുള്ള ഒരു വിവാഹ രീതി ഇവിടുത്തേതാണ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെയും ഹൈന്ദവ വിവാഹങ്ങൾ അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചാണ് വിവാഹം. വിവാഹം കഴിഞ്ഞ് പെൺകുട്ടിയെയും കൊണ്ട് ചെറുക്കന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇതുപോലെ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ താമസിക്കുക. ഇവിടെയൊക്കെ കല്യാണത്തിന് ചെറുക്കൻ ആരവാരങ്ങളോട് വരുന്നതിനെ ബാറാത്ത് എന്നാ വിളിക്കുന്നത്. ബറാത്ത് എന്ന് പറയും, ബാറാത്ത് എന്ന് പറയും. അപ്പോൾ പെൺകുട്ടി വീട്ടിനകത്ത് തന്നെ ഒരുങ്ങിയിരിക്കുകയായിരിക്കും. ചെറുക്കനൊക്കെ അങ്ങ് ദൂരെ എത്തുമ്പോഴേ നാദസ്വരം കേൾക്കാം. ഭയങ്കര കൊട്ടും മേളവും ആർപ്പുവിളിയും ഒക്കെ ഉണ്ട്. മിക്കവാറും രാത്രിയിലാണ് ഇവിടുത്തെ കല്യാണങ്ങൾ. അതുകൊണ്ട് ഭയങ്കര വെളിച്ചമുണ്ട്. ഒത്തിരി വെളിച്ചങ്ങളുമായിട്ടൊക്കെയാണ് വരുന്നത്. ഇതുപോലെ
വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന മണവാട്ടിയായ ദൈവസഭയ്ക്ക്, ദൈവസഭയിലെ അംഗങ്ങളായ നമുക്കോരോരുത്തർക്കും ഏറ്റവും വലിയ വാഗ്ദത്തം എന്ന് പറയുന്നത് മണവാളനായ ക്രിസ്തുവിന്റെ ബാറാത്ത് വരവാണ്. ഞാൻ സാധാരണ ഹിന്ദിക്കാരുടെ ഇടയിൽ പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഉത്തരേന്ത്യയിലെ ഒരു നിരക്ഷരനായ, ഇല്ലിറ്ററേറ്റ് ആയ ഒരു ചെറുക്കൻ, ബേറോജുകാർ, ഒരു ജോലിയും തൊഴിലും വരുമാനവും ഇല്ലാത്ത, പഠിത്തമില്ലാത്ത, സൗന്ദര്യമില്ലാത്ത, പണമില്ലാത്ത വീട്ടിലെ ഒരു ചെറുക്കൻ ഒരു കല്യാണം കഴിക്കുകയാണെങ്കിൽ പോലും കോട്ടും സ്യൂട്ടും രാജാവിന്റെ ഒരു കിരീടവും ഒക്കെ വെച്ച് ഒരു കത്തി മിക്കവാറും ഒക്കെ നല്ല നീളമുള്ളതായിരിക്കും. മോനെ സ്തോത്രം. യെസ് ഓഫ് കോഴ്സ്. ഒരു കത്തിയൊക്കെ ഇങ്ങനെ മാറത്തുകൂടെ അല്ലെങ്കിൽ അരയിൽ തൂക്കിയിട്ട് വാടകയ്ക്കെടുത്ത കുതിരയുടെ പുറത്ത് കയറി വാടകയ്ക്കെടുത്ത മുഴുവൻ വാദ്യമേളങ്ങളോടും മുഴുവൻ വെളിച്ചങ്ങളുടെ അലങ്കാരത്തോടും കൂടെ ചെറുക്കന്റെ കൂട്ടുകാരോ വീട്ടുകാരോ ഒക്കെ നിന്ന് ഇങ്ങനെ രാജാക്കന്മാരെ പോലെ വീശിയൊക്കെയാണ് വരുന്നത്. അവനെ ഞങ്ങളൊക്കെ വിളിക്കുന്നത് ഏക് രാത് കാ രാജ എന്ന, ഒരു രാത്രിയിലെ രാജാവെന്നാണ് അവനെ വിളിക്കുന്നത്, മണവാളനെ. ഈ തലയിൽ വെച്ചിരിക്കുന്ന തൊപ്പി ഉണ്ടല്ലോ, അത് ഈ ബേസ് ബോർഡിന്റെയാ. അടുത്ത ദിവസം ചിലപ്പം വാടകയ്ക്ക് എടുത്തായിരിക്കും, ചിലരൊക്കെ ഇത് വാടകയ്ക്ക് എടുക്കും. അതാണെങ്കിൽ ബേസ് ബോർഡിന്റെ ചിലപ്പോൾ ആയിരിക്കത്തില്ല, ആ രാത്രിയിലത്തെ വാടക കൊടുത്താൽ മതി, തിരിച്ചു കൊടുക്കണം. ബാക്കിയുള്ളതൊക്കെ ബേസ് ബോർഡ് അടുത്ത ദിവസം ഗാവിലെ പിള്ളേരെടുത്തിട്ട് കളിക്കുന്നത് കാണും. ഈ കത്തി എന്ന് പറയുന്നതും പേപ്പർ കൊണ്ടൊക്കെ ഉണ്ടാക്കി, അലൂമിനിയം ഫോയിൽ പേപ്പർ കൊണ്ടൊക്കെ പൊതിഞ്ഞതാ, ഒറിജിനൽ കത്തിയൊന്നുമല്ല. കാശൊക്കെ ഉള്ളവരാണെങ്കിൽ ചിലർ ആകാശത്തേക്ക് വെടിയൊക്കെ വെക്കും. ഈ ചെറുക്കൻ കല്യാണത്തിന്റെ സമയത്തൊക്കെ പല തോക്കുകളും ഒക്കെ ആയിട്ട്, അതൊക്കെ ഇവിടുത്തെ പ്രൗഢിയുടെ ലക്ഷണങ്ങളാണ്. ഇങ്ങനെ ഒറ്റ രാത്രിയിലത്തെ രാജാവ് എന്ന നിലയിൽ ഒരുങ്ങിയാണ് ഈ പറഞ്ഞ നിരക്ഷരനായ, കാശില്ലാത്ത, പാവപ്പെട്ട, സൗന്ദര്യമില്ലാത്ത, യാതൊരു സ്വാധീനവും ഇല്ലാത്ത, ജോലി പോലും ഇല്ലാത്ത ഈ ഒരു ചെറുക്കൻ കല്യാണം കഴിക്കാൻ വരുന്നത്. ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ, ഒന്ന് താരതമ്യപ്പെടുത്താൻ പറഞ്ഞതാ. നമ്മുടെ മണവാളൻ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു നിരക്ഷര കുച്ചിയായ, വിദ്യാവിഹീനനായ, കഞ്ഞിവെള്ളം പോലും കുടിക്കാൻ വകയില്ലാത്ത, തൊഴിലില്ലാത്ത ഒരുത്തനല്ലല്ലോ. ഈ അണ്ടകടാഹത്തിന്റെ രചയിതാവും ഉടയവനുമായ മഹാദൈവത്തിന്റെ ഏകപുത്രന്റെ കല്യാണമാണ്. സ്തോത്രം. എത്ര മഹത്വത്തോടെ ആയിരിക്കും അവൻ വരിക. അന്ന് 3 ശബ്ദങ്ങൾ അതിഗംഭീരമായി മുഴങ്ങും എന്നാണ് നാം തിരുവെഴുത്തിൽ വായിക്കുന്നത്. നമ്മുടെ കർത്താവിന്റെ ഗംഭീരനാദം. ഹല്ലേലൂയ. The loud voice of the Lord. സ്തോത്രം. പിന്നെ പ്രധാന ദൂതന്റെ ശബ്ദം. സ്തോത്രം. The sound of the archangel. മൂന്നാമത്തേത് ദൈവത്തിന്റെ കാഹളം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കാഹളം. The trumpet of God. സ്തോത്രം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലുള്ള ഒരു ചെറുക്കൻ കല്യാണം കഴിക്കാൻ വരികയാണെങ്കിൽ നിശബ്ദനായിട്ട് വന്ന് പെണ്ണിനെ കൊണ്ട് പോവുകയല്ല, നാട്ടുകാരെ മുഴുവനും അറിയിക്കും ഇന്നടത്തെ പെണ്ണിന്റെ ചെറുക്കൻ വന്നിട്ടുണ്ടെന്ന്.
എങ്കിൽ നമ്മുടെ കർത്താവ് നമ്മെ ചേർക്കുവാൻ വരുന്നത് മിണ്ടാതെയല്ല, ഈ വിധമായ പ്രത്യേക ത്രിവിധ നാദങ്ങളോടുകൂടെയാണ്. സ്തോത്രം. സഭാ മഹാപീഡനത്തിലൂടെ പോകുമെന്ന് പറയുന്ന ചിലർ അതിനെ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദം ഈ കർത്താവിന്റെ ദൈവത്തിന്റെ കാഹളത്തെ കുറിച്ചാണ്. അന്ത്യകാഹളത്തെയും ദൂതന്മാരൂതുന്ന കാഹളത്തെയും ദൈവത്തിന്റെ കാഹളത്തെയും തമ്മിൽ ആശയക്കുഴപ്പത്തോടെ ചിന്തിക്കുന്നത് കൊണ്ടാണ് ആ പ്രശ്നം. വെളിപ്പാട് പുസ്തകത്തിൽ ഇനി നമ്മൾ വരുന്നുണ്ട്, അന്ത്യകാഹളം എന്നൊക്കെ, ദൂതന്മാരുടെ കാഹളം എന്നൊക്കെ. എന്നാൽ ഇവിടെ സഭയെ കൊണ്ടുപോകുവാൻ ദൂതനല്ല ഊതുന്നത്, ദൈവത്തിന്റെ കാഹളമാണ്. ഞങ്ങളും പ്രസംഗകരും ആവേശം ഇങ്ങോട്ട് കൂടി പറയാറുണ്ട്, ദൂതന്മാരൊക്കെ കാഹളം ചുണ്ടോടടുപ്പിച്ച് പിടിച്ചിരിക്കുക, 1 2 3 ബ്ലോ എന്ന് ദൈവം പറയാനിരിക്കുന്നു, ഊതാൻ ചുണ്ടോടടുപ്പിച്ച് പിടിച്ചിരിക്കുകയാണ് കാഹളങ്ങളെന്ന്. വേണ്ട, ദൂതന്മാർ ഊതുകയോ ഊതാതിരിക്കുകയോ ചെയ്യട്ടെന്നേ. നമുക്ക് ദൂതന്മാരുടെ കാഹളമല്ല വിഷയം, നമുക്ക് ദൈവത്തിന്റെ കാഹളമാ വിഷയം. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ 6 മുതൽക്കുള്ള അധ്യായങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാനത് വിശദീകരിക്കുന്നില്ല. നമുക്കുള്ള വാഗ്ദത്തമാണ്, ഈ വിവാഹ നിശ്ചയം ചെയ്ത് പോയിരിക്കുന്ന മണവാളൻ വരും, ഈ മണവാട്ടിയെ തൻ്റെ മണിയറയിൽ ചേർക്കും. നമ്മൾ അടുത്ത 6-7 വർഷങ്ങൾ വസിക്കുന്നത് മധ്യാകാശത്തിലൊന്നുമല്ല കേട്ടോ, അവിടെ വെച്ച് കണ്ടുമുട്ടുമെന്നേ ഉള്ളൂ. നമ്മളെ കർത്താവ് അങ്ങോട്ടങ്ങ് കൊണ്ടുപോകും. എവിടെ? പപ്പായുടെ വീട്ടിലേക്ക്, ഡാഡിയുടെ വീട്ടിലേക്ക് അങ്ങ് കൊണ്ടുപോകും. സ്തോത്രം. മധ്യാകാശത്തിൽ നമ്മളെ നിർത്തത്തൊന്നുമില്ല. അവിടെ വെച്ച് നമ്മളൊന്ന് കണ്ടുമുട്ടുമെന്നേ ഉള്ളൂ. പ്രൈസ് ഗാഡ്. ഒരുപക്ഷെ നമ്മുടെ ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സിലൊക്കെ പറന്നിട്ടുള്ളവർക്കറിയാം, ഒരു 30,000 to 35,000 ആൾട്ടിറ്റ്യൂഡിലാണ് നമ്മുടെ ഫ്ലൈറ്റ്സ് പറക്കാറ്. മിക്കവാറും ഒക്കെ ഒരു 32,000-ഓളം അടി ഉയരത്തിലാണ് നമ്മുടെ ഇന്റർനാഷണൽ ഫ്ലൈറ്റുകളൊക്കെ പറക്കുക. നമ്മളെ അവിടൊന്നും അല്ല കർത്താവ് പാർപ്പിക്കാൻ പോകുന്നത്. സ്തോത്രം. കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്നത് ഈവൻ നമ്മൾ ഈ പറയുന്ന ഈ ആകാശമണ്ഡലത്തിലൊന്നുമല്ല. സ്തോത്രം. ഈ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്ന് പറഞ്ഞാൽ എത്ര, എനിക്ക് തോന്നുന്നു ഒരു 10,000 അടിയോളം ഒക്കെ ഉയരത്തിലാണ് ഈ മേഘങ്ങൾ. നമ്മുടെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകൾ പോലും പലതും പറക്കുന്നത് ഈ മേഘങ്ങൾക്ക് മുകളിലൂടെയാണ്. നമ്മളൊക്കെ വായിച്ചിട്ടും കേട്ടിട്ടും ഉണ്ടല്ലോ, കഴുകൻ എന്ന പക്ഷി ഈ കാറ്റും കോളും ഒക്കെ വരുമ്പോൾ മറ്റു പക്ഷികളൊക്കെ ആവലാതിപ്പെടുമ്പോൾ കഴുകൻ എന്ന പക്ഷി ഈ മേഘങ്ങൾക്ക് മീതെ പറന്ന് ഈ കാറ്റിൽ നിന്നൊക്കെ രക്ഷപ്പെടുമെന്ന്. നമ്മുടെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകൾ പോലും ഈ മേഘങ്ങൾക്ക് മുകളിലാണ് പറക്കുക. പിന്നെ താഴുന്ന സമയത്തൊക്കെ ഉള്ളൂ ചെറിയ ഈ ടർബുലൻസും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പം ഈ മേഘങ്ങളിലല്ല, ഈ മഴമേഘങ്ങളിലല്ല കർത്താവ് വന്ന് നമ്മളെ കൊണ്ടുപോകുന്നത് കേട്ടോ. എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടെന്ന് കരുതുന്നു. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്.
ഈ മഴമേഘങ്ങൾ ഉണ്ടല്ലോ, ഈ റെയിനി ക്ലൗഡ്സ്, ഇതിലല്ല 1 തെസലോനിക്കർ 4:16 പറയുന്ന ആകാശവും മേഘവും ഒന്നും ഏതല്ല, ഈ മേഘങ്ങളല്ല. സ്തോത്രം. ഈ മഴ നനഞ്ഞ് അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഈ മേഘങ്ങളിലല്ല നമ്മളെ കർത്താവ് കൊണ്ടുപോകുന്നത്. അങ്ങനെ നേരം ചിന്തിക്കരുത്, അവിടെയല്ല. സ്തോത്രം. ഇതിനൊക്കെ അപ്പുറം നമുക്ക് ഊഹിക്കാവുന്നതിനും മീതെ. സ്തോത്രം. ചില പാട്ടുകളൊക്കെ ഇതിനോട് യോജിക്കുന്നതാണ്, എന്നാൽ ചില പാട്ടുകളൊക്കെ ഈ മഴമേഘങ്ങളിലാണെന്നുള്ള ചിന്തയിലൊക്കെയാ. അല്ല. സ്തോത്രം. ദൂരെ വാന സൂര്യ ചന്ദ്ര ഗോളവും കടന്നു നാം പോയിടും പ്രിയന്റെ കൂടെ, അല്ലെങ്കിൽ ആ മാർഗം നമുക്ക് ഊഹിക്കാവതോ, അല്ലേ? സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ളത്, ഈ സൃഷ്ടി എന്ന ഈ യൂണിവേഴ്സ്, ഈ സൃഷ്ടിയായ ബ്രഹ്മാണ്ടത്തിന് അതീതമാണ് നമ്മുടെ ദൈവത്തിന്റെ പാർപ്പിടം, ദൈവത്തിന്റെ സ്വർഗമെന്ന് പറയുന്നത്. സ്തോത്രം. ഈ സൃഷ്ടികളിൽ ഉൾപ്പെടാത്തതാണ്. സ്തോത്രം. അതൊക്കെ കേൾക്കുമ്പം ഈ ചെറുക്കനെ കല്യാണം കഴിക്കാനിരിക്കുന്ന മണവാട്ടിപ്പെണ്ണിന് സന്തോഷം വല്ലതും തോന്നാറുണ്ടോ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മുടെ പ്രത്യാശ വർദ്ധിക്കണം ഈ വാഗ്ദത്തങ്ങളൊക്കെ കേൾക്കുമ്പോൾ. ഇവിടെ കുറച്ച് സ്വസ്ഥതയോടുകൂടെ കാശുമൊക്കെ കിട്ടി ഉയർന്ന ജോലിയിലും ശമ്പളത്തിലും ഉന്നതമായ കുറെ കൂടെ ആഡംബര വീടുകളിലും വണ്ടികളിലുമൊക്കെ യാത്രയും ചെയ്ത് താമസിച്ചു പോകുന്ന ഒന്നായിരിക്കരുത് നമ്മുടെ ചിന്തകൾ. ഇവിടെ രോഗാതുരമാണെങ്കിലും കീശയൊക്കെ കാലിയായാലും ശരീരം രോഗത്താൽ ക്ഷയിച്ചാലും കൂടെ ഉള്ളവരൊക്കെ നമ്മളെ ഒറ്റപ്പെടുത്തിയാലും ജോലിയും വരുമാനവും ഒക്കെ നഷ്ടപ്പെട്ടാലും സാരമില്ല എന്ന് വെച്ചോണം. നമ്മുടെ പ്രത്യാശ നമ്മുടെ കർത്താവിന്റെ, നമ്മുടെ മണവാളന്റെ വരവിന് വേണ്ടി ആയിരിക്കണം. സ്തോത്രം. കാരണം തൻ്റെ ശരീരത്തിലെ അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി സ്ത്രീധനമായി തന്നാണ് അവൻ നമ്മെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നത്. അങ്ങോട്ടൊന്നും കൊടുക്കാൻ നമുക്കില്ലായിരുന്നു. അങ്ങോട്ട് സ്തോത്രം ഒന്നും അതുകൊണ്ട് കർത്താവ് ആഗ്രഹിച്ചിട്ടും ആവശ്യപ്പെട്ടിട്ടുമില്ല. There was no demand. Even if there were some demands, we could not have fulfilled it. അതുകൊണ്ട് കർത്താവ് ഇങ്ങോട്ടാ തന്നത്. നമ്മുടെ അസഹായത, നമ്മുടെ നിസ്സഹായത മനസ്സിലാക്കി ഇങ്ങോട്ടാണ് നമ്മുടെ കർത്താവ് നമുക്ക് വല്ലതും തന്നത്. സ്തോത്രം. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ ഒന്നും നമ്മെ വിസ്മയിപ്പിക്കരുത്. പ്രൈസ് ഗോഡ്. ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നാം എത്തണം. താങ്ക് യു ലോർഡ്. ഞാൻ മിക്കപ്പോഴും പറയുന്നത് പോലെ മെഡിക്കൽ സയൻസ് അനുസരിച്ച് 5.5 ലിറ്റർ രക്തം മറ്റു ആരോഗ്യമുള്ള പുരുഷന്റെ ശരീരത്തില്ലേ, 5.5 എന്നും 5.25 എന്നും 6 എന്നും ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആരോഗ്യമുള്ള ഒരു പുരുഷന്റെ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് 5.5-6 ലിറ്റർ ആത്രേ. അങ്ങനെയെങ്കിൽ യേശു കർത്താവ് തൻ്റെ ജീവന്റെ നിലനിൽപ്പിനുള്ള രക്തം തൻ്റെ സിരകളിൽ ബാക്കി വെച്ചിട്ട് തനിക്ക് തന്നാലും കുഴപ്പമില്ലാത്ത 300 മില്ലി അല്ല എനിക്ക് നിങ്ങൾക്കും വേണ്ടി തന്നത്. സ്തോത്രം. നമ്മൾ നമ്മുടെ സ്വന്തം കുഞ്ഞിന് ചോര കൊടുത്താലും
300 മില്ലിയിലധികം ഡോക്ടേഴ്സ് എടുക്കത്തില്ലെന്നാണ് എൻ്റെ അറിവ്. സ്തോത്രം. എടുത്താൽ ഈ കൊടുക്കുന്നവന്റെ ജീവൻ അപായത്തിലാവും. അതുകൊണ്ട് കൊടുക്കാനും പറ്റത്തില്ല. എടുത്തോ എന്ന് പറഞ്ഞാലും ഡോക്ടർമാർ എടുക്കത്തില്ല. എന്നാൽ യേശു നമുക്ക് വേണ്ടി രക്തം തന്നപ്പോൾ തൻ്റെ ജീവസന്ധാരണത്തിന് ആവശ്യമുള്ള രക്തം തൻ്റെ സിരകളിൽ ബാക്കി വെച്ചിട്ട് അപകടകരമല്ലാത്ത ഒരു അളവിൽ മാത്രമല്ല നമുക്ക് രക്തം തന്നത്. പകരം തൻ്റെ ജീവൻ പോവോളം അവസാനത്തുള്ളി രക്തം വരെയും നമുക്കായിട്ട് തന്നു. അങ്ങനെ തന്നാണ് നമ്മളെ വിവാഹ നിശ്ചയം ചെയ്തത്. നമുക്ക് തരാൻ ഇതിനേക്കാൾ വലിയൊരു വാഗ്ദത്തം വേറെ ഇല്ല. ഹല്ലേലൂയ. അതാണ് രണ്ടാമത്തെ വാഗ്ദത്തം. എന്തേ? കള്ളനെ പോലെ ഞാൻ വരും. I will come as a thief. സ്തോത്രം. നമുക്കും നമ്മുടെ കർത്താവിനോട് ആശങ്കയോട് ചോദിക്കാൻ ഒറ്റ കാര്യമുള്ളൂ. കാന്ത താമസം എന്തഹോ. കർത്താവേ, എന്നെ ചേർക്കാൻ വരാൻ എന്താണോ താമസം? ഇനി താമസിക്കല്ലേ കർത്താവേ, അങ്ങ് വേഗം വരണേ. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്ന സഭയുടെ ഏറ്റവും ഒടുവിലത്തെ പ്രാർത്ഥന അതല്ലേ? ആമീൻ. കർത്താവേ വരണേ, ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറയുന്ന കർത്താവിനോട് യോഹന്നാൻ സഭയുടെ പ്രതിനിധിയായി പറയുന്നു ആമീൻ എന്ന് പറഞ്ഞാൽ so be it as you said, come quickly please. അങ്ങ് പറഞ്ഞതുപോലെ വേഗം വരണേ. അതുകൊണ്ടും തൃപ്തനാകാതെ വീണ്ടും താൻ എടുത്തു പറഞ്ഞു, കർത്താവേ വരണമേ. സ്തോത്രം. നമുക്കും കർത്താവിനോട് ചോദിക്കാനും പറയാനും ഇതല്ലേ ആത്യന്തികമായിട്ടുമുള്ളത്? പ്രൈസ് ഗാഡ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതിനേക്കാൾ വലിയൊരു വാഗ്ദത്തം സഭയ്ക്ക് ലഭിക്കുവാനായിട്ട് ഇല്ല. സ്തോത്രം. അതെ, യേശുക്രിസ്തുവിന്റെ രക്തം ചീന്തിയ 3 പ്രധാന ഇടങ്ങളെ കുറിച്ച് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഓർമ്മ കാണും. ഓർമ്മയുണ്ടോ? മറന്നുപോയോ? 3 G ഓർക്കണമെന്ന്. ഗ 3 പ്രാവശ്യം ഓർക്കണമെന്ന്. ഗതസമന, ഗോൽഗോഥ, ഗബത. ഗബഥ. ഗതസമന, ഗബഥ, ഗോൽഗോഥ. ദിസ് ഇസ് ദ ഓർഡർ. ഗതസമനയിൽ രക്തം വിയർത്തവൻ, ഗബ്ബഥയിൽ ചാട്ടവാറടിയേറ്റ് രക്തം ഒഴുക്കിയവൻ, തല മുതൽ പാദം വരെ. അതിനാണ് നാം കേൾക്കാറുള്ളത് ആപാദ ചൂടം. രക്തം ചിന്തിയവൻ ഗബ്ബഥയിൽ. ഒടുവിൽ ഗോൽഗോഥായിൽ അവസാന തുള്ളി വരെ നമുക്ക് വേണ്ടി ഊറ്റിത്തന്നവൻ. സ്തോത്രം. ചാട്ടവാറടിയേറ്റ് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് എന്ന് പറഞ്ഞാൽ യേശുവിനെ കണ്ടിട്ടുള്ളവർക്ക് ഇപ്പോൾ ചാട്ടവാറിന്റെ അടിയേറ്റ് കിടക്കുന്ന യേശുവിനെ കണ്ടാൽ ഇത് യേശു ആണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കത്തില്ല. അത്രയ്ക്ക് ആള് മാറി. മറ്റൊരർത്ഥം മനുഷ്യനാണെന്ന് പോലും തോന്നാത്ത വിധം.
യേശുവിൻ്റെ ആപാദചൂഢം വിരൂപമായിരുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് ചില പ്രസംഗകരൊക്കെ പറയുന്നത്, തൊലിയുരിച്ച് ഇറച്ചി കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത് പോലെ ഒരു മാംസപിണ്ഡം അത്രയ്ക്ക് രക്തം ചീന്തി വിരൂപനായവൻ. ആരാ? ദൈവ സ്വരൂപത്തിലിരുന്നവൻ. നമുക്ക് വേണ്ടി ദൈവസ്വരൂപം വെടിഞ്ഞു, മനുഷ്യരൂപമെടുത്തു, ദാസന്റെ രൂപത്തിലെത്തി. ഇപ്പോൾ ആ രൂപം പോലും വികൃതമായി, വിരൂപമായി. സ്തോത്രം. ആ കർത്താവ് തേജസ്സോടെ വരും, നമ്മെയും തന്നോട് അനുരൂപരാക്കി തീർക്കും എന്ന വാഗ്ദത്തമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന രണ്ടാമത്തെ ഇവിടെ പറയുന്ന വാഗ്ദത്തം. ഹല്ലേലൂയ. അതിനുവേണ്ടി നാം ഒരുങ്ങുക. എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കേണ്ടത് അത് മാത്രം. യേശു വരുന്നതും നമ്മൾ പോകുന്നതും കർത്താവിനെ കണ്ടുമുട്ടുന്നതും കർത്താവിനോട് സംസാരിക്കുന്നതും ഒക്കെ ചിലപ്പോ ഉണ്ടല്ലോ, സ്തോത്രം, കർത്താവിനോടൊന്നും നമ്മൾ ചോദിക്കത്തൊന്നുമില്ല കേട്ടോ. ഈ ചോദിക്കും പറയുന്നൊക്കെ പറഞ്ഞോണ്ടാ നമ്മളിപ്പോ ഇരിക്കുന്നേ. പക്ഷേ സാധ്യത വളരെ കുറവാ. കാരണം നാം കർത്താവിനെ എങ്ങനെ കാണുമെന്ന? താൻ ഇരിക്കും പോലെ. ആമേൻ. താൻ ഇരിക്കും പോലെ, ആസ് ഗ്ലോറിയസ് ആസ് ഹി ഈസ്. കർത്താവ് എത്രയും മഹത്വവാനാണോ അതേ മഹത്വത്തോടെ നാം നമ്മുടെ കർത്താവിനെ കാണുമ്പോൾ നമ്മൾ അവന്റെ മഹത്വത്തിൽ അത്ഭുതപ്പെട്ടു പോകും കേട്ടോ. അത്ഭുതപ്പെട്ടിട്ട് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കുകയുള്ളൂ. Just gazing upon his glory, we may not be able to express ourselves. We also will be in glory, of course, but yet it is possible that his glory may arrest us. കർത്താവിന്റെ മഹത്വത്തോട് നമ്മളും അനുരൂപപ്പെടും, നാമും തേജസ്കരിക്കപ്പെട്ട രൂപത്തിലായിരിക്കുമെങ്കിൽ കൂടെ കർത്താവിന്റെ മഹത്വത്തിന്റെ മുമ്പിൽ നമ്മൾ പ്രജ്ഞയറ്റവരെ പോലെ ആകാനാണ് സാധ്യത. എല്ലാവരും ഇല്ലെങ്കിലും ചിലരെങ്കിലും അങ്ങനെ ആയി പോകും. സ്തോത്രം. എന്നാണ് എൻ്റെ ഊഹം. അന്നറിയാം കൃത്യമായിട്ട്. കാരണം നമ്മൾ ഇവിടെ തന്നെ ലോകത്തിലെ തന്നെ ചിലരുടെയൊക്കെ മഹത്വത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ഒക്കെ മുമ്പിൽ കണ്ണുമിഴിച്ച് നിന്നു പോകുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവിന്റെ ആ മഹത്വത്തിന്റെ മുമ്പിൽ നമ്മൾ എങ്ങനെ ആയിരിക്കുമെന്നൊന്ന് ഭാവന ചെയ്ത് നോക്കിക്കേ. സ്തോത്രം. അപ്പോഴാണ് നാം ചിലപ്പോൾ അവന്റെ പാദത്തിൽ വീണ് കിടക്കുന്നത്. സ്തോത്രം. ഒന്നും ചോദിക്കാൻ തോന്നില്ല. ചിലപ്പോൾ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ കുറേ നേരത്തിന് ശേഷം പപ്പായും മമ്മിയെ കണ്ടുമുട്ടുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് തോളിൽ ചുമ്മാതങ്ങ് കിടക്കത്തില്ലേ? ഒന്നും മിണ്ടത്തില്ലല്ലോ അവര്. സ്തോത്രം. അതിനേക്കാൾ എത്രയോ എത്രയോ മഹത്വത്തോടെ ആയിരിക്കും ഇത്. സ്തോത്രം. അപ്പോൾ നമുക്കുള്ള രണ്ടാമത്തെ വാഗ്ദത്തം, കർത്താവ് വരും.
അതുമായി ബന്ധപ്പെട്ട 6-8 കൂട്ടം കാര്യങ്ങൾ നമ്മൾ മുദ്രാവാക്യം പോലെ വിളിക്കുമായിരുന്നു, ഓർമ്മയുണ്ടല്ലോ. സ്തോത്രം. ആവർത്തിക്കണ്ടല്ലോ, ഇടയ്ക്ക് പറഞ്ഞതാണ് ഒരിക്കൽ. നമ്മുടെ കർത്താവ് വരും, നമ്മളെ കൂടെ കൊണ്ടുപോകും, അവന്റെ കൂടെ അവൻ ഇരിക്കുന്ന ഇടത്ത് നമ്മെ ഇരുത്തും, എന്നേക്കും നമ്മൾ കർത്താവിനോട് കൂടെ ഇരിക്കും, നാം അവനോട് സദൃശന്മാരാകും, നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണും. സ്തോത്രം. നാം കർത്താവിനെ തന്നെ നമ്മുടെ നിത്യ അവകാശമായി പ്രാപിക്കും. സ്തോത്രം. നാം അവനെ നിത്യം ആരാധിക്കും. ഈ 8 കാര്യങ്ങളാണ്. പ്രൈസ് ഗാഡ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഈ വാഗ്ദത്തം പ്രാപിച്ചവരാണ് നാം. ഇതാണ് നമുക്കുള്ള വാഗ്ദത്തം കേട്ടോ. 2023 ദൈവം പൂർത്തീകരിക്കാൻ വിട്ടുപോയ കുറെ വാഗ്ദത്തങ്ങളുടെ ബാക്കിയൊക്കെ നമ്മുടെ മൊബൈലിലെ ഡേറ്റ കഴിഞ്ഞ മാസം ഉപയോഗിക്കാഞ്ഞത് സമയത്തിന് റീചാർജ് ചെയ്താൽ ഈ മാസത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ 2023 ദൈവം വിട്ടുപോയ ചിലതൊക്കെ കാണുമേ. അത് 24 ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്നതൊന്നും അല്ല വാഗ്ദത്തം. നമ്മൾ ഇതൊക്കെയാ കേൾക്കാറുള്ളത്. അയ്യോ, ഇതൊക്കെയാ തമ്പുരാൻ നമുക്ക് തന്നിട്ടുള്ള വാഗ്ദത്തം. സ്തോത്രം. ഈ 2024 കൊറോണയൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പം ചില പുള്ളികൾ പിന്നെ എഴുന്നേറ്റിട്ടുണ്ട് വാഗ്ദത്തങ്ങളൊക്കെ ആയിട്ട്. അതിലൊരു പുള്ളിയുടേത് കണ്ടു, വാഗ്ദത്തത്തിന്റെ കീ ചെയിൻ ആണ് ഈ പ്രാവശ്യം വിൽക്കുന്നത്. കീ ചെയിൻ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. എനിക്കൊരാൾ അയച്ചു തന്ന 2024 വാഗ്ദത്തങ്ങളുടെ നിവൃത്തീകരണത്തിന് ഒരു കീ ചെയിൻ, അതിന്റെ പ്രകാശനമൊക്കെ ഉണ്ടായിരുന്നു. അതിലെ ഓരോ കീ ചെയിൻ സ്വന്തമാക്കിയാൽ മതി. വണ്ടിയുടെയും വീടിന്റെയൊക്കെ താക്കോല് ആ കീ ചെയിൻ ഇട്ടുകൊണ്ട് നടന്നാൽ 24 അനുഗ്രഹ സമൃദ്ധിയാ. ഇനി അടുത്ത വർഷം വേറെ സ്റ്റോർ റൂം പണിയേണ്ടി വരും ഈ വർഷം കിട്ടുന്ന അനുഗ്രഹമെല്ലാം കൂടെ കൂട്ടി വെക്കാൻ. ഈ വർഷത്തിന്റെ തുടക്കത്തിൽ നടന്ന സംഭവമാണ് ഞാൻ ഈ പറഞ്ഞത്. അയ്യോ, എത്രയോ ഹീനമാണിത്. സ്തോത്രം. ഈ മണ്ണിലേക്ക് മനുഷ്യനെ തളച്ചിടുക ആ ദൈവത്തിന്റെ പേരും പറഞ്ഞ്. അരുതേ, നമുക്ക് കർത്താവ് തന്നിട്ടുള്ള വാഗ്ദത്തം, കർത്താവിന്റെ വരവിന്റെ വാഗ്ദത്തം. ഈ 2024 വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും ഇതിനു വേണ്ടി ഒരുങ്ങിക്കോളാം. സ്തോത്രം. ശരി, മൂന്നാമത് ഒന്നും കൂടി ഇതിനോട് ചേർത്തങ്ങ് പറയാം. നാം ആ വാക്യത്തിൽ വായിച്ചു, അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോട് കൂടെ നടക്കും. മൂന്നാമത്തെ വാഗ്ദത്തമാണ്. ഓർഡർ അല്പം തെറ്റിച്ച് വിഷയം ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി പറയുന്നു. കർത്താവിനോട് കൂടെ നാം ഇരിക്കും എന്ന വാഗ്ദത്തം. അത് കൂടുതൽ ഇനി വിശദീകരിക്കേണ്ടതില്ലല്ലോ. സ്തോത്രം. എത്ര വിലയേറിയ വാഗ്ദത്ത. കർത്താവ് വരിക മാത്രമല്ല, കർത്താവ് നമ്മെ കൊണ്ടുപോയി തൻ്റെ കൂടെ ഇരുത്തും. യോഹന്നാൻ 14:3 നാം വായിക്കുന്നത് അങ്ങനെ തന്നെയാണല്ലോ. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്, അല്ലെ നിങ്ങളെയും ഇരുത്തേണ്ടതിന്. So we will be with him. സ്തോത്രം. Where Christ will be, we also will be. സ്തോത്രം. നമ്മളിപ്പോൾ വായിച്ച വേദഭാഗത്ത് അങ്ങനെയാണല്ലോ. അവർ എന്നോട് കൂടെ. 1 തെസ്സലോനിക്കർ 4:16 16 അവസാനം 17 അങ്ങനെയാണ് വായിക്കുന്നത്. ഇങ്ങനെ 1 Thessalonians 4:17 ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ജോൺ 12:26 യോഹന്നാൻ 12:26
എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവും. സ്തോത്രം. എന്റെ ശുശ്രൂഷക്കാരൻ എവിടെ ഇരിക്കും? ഞാൻ ഇരിക്കുന്ന ഇടത്ത്. യോഹന്നാൻ 14:3 നമുക്കറിയാം, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും അല്ലെ നിങ്ങളെയും ഇരുത്തേണ്ടതിന്. ഇവിടെ എല്ലാം നാം കാണുന്നത് സർദീസിലെ സഭയ്ക്ക് കർത്താവ് കൊടുക്കുന്ന മൂന്നാമത്തെ വാഗ്ദത്തമാണ്, കർത്താവിനോട് കൂടെ ഇരിക്കുന്നതിനുള്ള വാഗ്ദത്തം. സ്തോത്രം. ഇവിടെയൊക്കെ വല്ല പ്രധാനികളും വന്നാൽ അവരുടെ കൂടെയൊക്കെ നിൽക്കാൻ ആൾക്കാർക്ക് എന്തോ ഒരു വ്യഗ്രതയാ. അവരുടെയൊക്കെ കൂടെ നിന്നൊരു സെൽഫി എടുക്കാൻ, ഒരു ഫോട്ടോ എടുക്കാൻ. എത്ര സമയത്തേക്കാ? ആ ഫോട്ടോ എടുക്കുന്ന ഏതാനും സെക്കൻഡുകളിലേക്ക്. അവരാരും നമ്മളെ അറിയത്ത് പോലും ഇല്ല. നമ്മൾ വലിയ കാര്യത്തെ ഈ ഫോട്ടോ കൊണ്ട് നടക്കും. ചിലരുടെ സ്റ്റാറ്റസ് ഒക്കെ ഇടും, ചിലർ ആ ഫോട്ടോ കൊണ്ട് എന്താണ് പറയുന്നേ, DP ഒക്കെ ഉണ്ടാക്കിയിടും. പക്ഷെ ഈ പുള്ളികളും നമ്മളെ അറിയുന്നവരല്ല. അറിയുന്നവർ നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള ഫോട്ടോ എടുത്തത് കുഴപ്പമില്ല. എന്നാൽ ഇവിടെ അത്യുന്നതനായ ദൈവം, സ്തോത്രം, നമ്മെ തൻ്റെ കൂടെ ഇരുത്തുവന്നു. സ്തോത്രം. തൻ്റെ കൂടെ ഇരുത്താൻ, നമ്മെ തന്നെ പോലെയാക്കും എന്നുള്ള വസ്തുതയാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. അപ്പോൾ ദൈവസഭയ്ക്ക് കർത്താവ് നൽകിയിട്ടുള്ള മൂന്നാമത്തെ വാഗ്ദത്തം, സർദീസിലെ സഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുന്നു, പഠിക്കുന്നു, കർത്താവിനോട് കൂടെ ഇരിക്കും. സ്തോത്രം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. പാസ്റ്റർ, കർത്താവിന്റെ അതേ ശോഭ നമുക്ക് കിട്ടുമോ, അതോ പാസ്റ്ററുടെ കർത്താവിന്റെ വലിയതും നമ്മുടെ അതിൽ താണതോ ആയിരിക്കുമോ? കൂടെ ഇരിക്കും. അവന്റെ മുഖം സൂര്യന്റെ മുഖം പോലെ, സൂര്യനെ പോലെ പ്രകാശിക്കുമ്പോൾ മനുഷ്യർക്ക് കാണാൻ വയ്യ. നമുക്ക് ഇനിയും രൂപാന്തരം പ്രാപിച്ചാലും ആ ഗ്രേഡ് വരെ എത്തുമോ, ആ പവർ? പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 15 42 മുതൽ ഉള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, സൂര്യന്റെ ശോഭ വേറെ, ചന്ദ്രന്റെ ശോഭ വേറെ, നക്ഷത്രങ്ങളുടെ ശോഭ വേറെ, നക്ഷത്രവും തമ്മിലും ശോഭ കൊണ്ട് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം തീർച്ചയായും ദൈവത്തിന്റെ തേജസ്സിലും നമ്മുടെ തേജസ്സിലും ഉണ്ടായിരിക്കും. പക്ഷേ കർത്താവിനെ നമുക്ക് ആ തേജസ്സോടെ കാണാൻ കഴിയുന്ന ഒരു മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മളെ കർത്താവ് ഉയർത്തും. നമ്മൾ തമ്മിലും തേജസ് കൊണ്ട് വ്യത്യാസം ഉണ്ടാവും. പിന്നെ അതുപോലെ ഒരു ചോദ്യം കൂടെ ഈ വിഷയത്തിൽ അല്ലെങ്കിലും, മരിച്ച വിശുദ്ധന്മാർ ഉടനെ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ പോകുമോ, അതോ അവര് ഉയർപ്പിന്റെ സമയം വരെ വെയിറ്റ് ചെയ്യുമോ? സ്തേഫാനോസിന്റെ മരണം, ആ സമയത്ത് സ്തേഫാനോസ് കാണുന്നു സ്വർഗം തുറന്നിരിക്കുന്നു. ആദ്യത്തെ ക്രിസ്ത്യാനി മരിക്കുന്നത് അദ്ദേഹമാണ്. രക്തസാക്ഷിയായിട്ടായാലും അല്ലാതെ ആയാലും ആദ്യത്തെ ക്രൈസ്തവ മരണം സ്തേഫാനോസിന്റെയാണ്. താൻ തന്റെ മരണത്തിൽ കാണുന്നത് സ്വർഗം തുറന്നിരിക്കുന്നു, മനുഷ്യപുത്രൻ മഹത്വത്തിന്റെ വലഭാഗത്ത് നിൽക്കുന്നു. അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുക, സ്തേഫാനോസിനെ സ്വീകരിക്കുവാൻ വേണ്ടി സ്വർഗം തുറന്ന് ദൈവപിതാവിന്റെ വലഭാഗെ ദൈവപുത്രനായിരുന്നുവെന്നാണ്. പിന്നെ പൗലോസ് ഫിലിപ്പിയർ 1:23 പറയുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അപ്പോൾ അവിടെയും പൗലോസ് വ്യക്തമാക്കുന്നു, തൻ്റെ വിട്ടുപിരിയുന്ന അവസ്ഥ
ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്ന അവസ്ഥയാണ്. അതുപോലെ തന്റെ മരണസമയത്തും താൻ അത് പറയുന്നുണ്ട്. ഞാൻ നല്ലപോലെ ഒരു തോട്ടം തികച്ച് വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ നീതിയുള്ള ന്യായാധിപതി എനിക്ക് തരും. ആ കർത്താവിന്റെ സന്നിധിയോടുള്ള ഒരടുപ്പമാണ്. അപ്പൊ ഈ വാക്യങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം മരിക്കുന്ന വിശുദ്ധന്മാർ കർത്താവിന്റെ സന്നിധിയിലേക്കാണ് നേരിട്ട് എത്തുന്നത്. അവർക്കിനിയും ഒരു ഇടത്താവളം ഇല്ല. കർത്താവിന്റെ സന്നിധിയിൽ ഉയർപ്പ് വരെ അവർക്ക് കർത്താവിനെ കാണാൻ വേണ്ടി കാത്തിരിക്കേണ്ടതില്ല. പ്രതിഫലം പ്രാപിക്കുന്നതിനും മറ്റുമായിട്ട് ഉയർപ്പ് അത്യാവശ്യമാണ്. സ്തോത്രം. അല്ല, അന്നേരം അവരവിടെ വിശ്രമിക്കുകയല്ലയോ? They have no duties. വിശ്രമം എന്നതിന്റെ അർത്ഥം നോ ടാസ്ക് ടു കംപ്ലീറ്റ് എന്ന. അവർക്ക് കർത്താവിനെ കാണാനും കർത്താവിനെ ആസ്വദിക്കാനും സന്തോഷിക്കാനും ഒന്നിനും തടസ്സമില്ല. അവർ വെറുതെ സുഷുപ്തിയിലല്ല. അവർക്ക് ടാസ്കുകൾ, ഉത്തരവാദിത്വങ്ങൾ ഒന്നും നിർവഹിക്കാനായിട്ടില്ല എന്ന അർത്ഥത്തിലാണ് അവർക്ക് പ്രയത്നമില്ല, പ്രയത്നങ്ങളിൽ നിന്നും വിശ്രമിക്കേണ്ടത് എന്നർത്ഥം മാത്രമേ വിശ്രമത്തിനുള്ളൂ. കർത്താവിനെ കാണാനോ കർത്താവിനെ സ്തുതിക്കാനോ കർത്താവിനെ ആസ്വദിക്കാനോ ഒന്നും അവർക്ക് വിലക്കില്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോട് ഇരിക്കുന്നത് അത്യുത്തമമല്ലോ. പിന്നെ മരിക്കുന്നവരുടെ ആത്മാക്കളെ ദൂതന്മാർ വന്നു കൊണ്ടുപോകുന്നു എന്ന ഒരു ചിന്ത ധനവാന്റെയും ലാസറിന്റെയും വിഷയത്തിൽ കർത്താവ് പറഞ്ഞതിൽ നിന്നാണ് തോന്നിയിട്ടുള്ളത്. ഒരു ചോദ്യം വന്നതുകൊണ്ട് പറയുക. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനത്തെ ഒരു ഭാഗം നമ്മൾ കാണുന്നില്ല. പുതിയ നിയമത്തിൽ ദൂതന്മാരെക്കാൾ വിശുദ്ധന്മാർക്ക് സഹവർത്തിത്വമുള്ളത് പരിശുദ്ധാത്മാവുമായിട്ടാണ്. The Holy Spirit indwells us. The Holy Spirit is assigned for our redemption, and therefore there may be the services of angels, but that is unimportant for a Christian. But most importantly, the ministry of the Holy Spirit is important or vital for a Christian, a saint, whether he lives or he dies, even at the resurrection. അതുകൊണ്ട് ദൂതന്മാർ നമ്മളെ മരണസമയത്ത് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നൊന്നും ഒക്കെ ഉള്ളതിന് പ്രസക്തിയില്ല. പരിശുദ്ധാത്മാവിനെയാണ് നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം നിയമിച്ചാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഒരു വിശുദ്ധന്റെ, ഒരു ക്രിസ്തു വിശ്വാസിയുടെ ജീവകാലത്തും മരണസമയത്തും ഉയർപ്പിന്റെ സമയത്തുമെല്ലാം നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ദൂതന്മാർ ഒരുപക്ഷെ ഉണ്ടായിക്കോട്ടെ, നോ പ്രോബ്ലം. പക്ഷെ പരിശുദ്ധാത്മാവ് നമുക്കുണ്ടെന്നുള്ളതാണ് പുതിയ നിയമത്തിന്റെ ഉപദേശം. ഓക്കെ മോളെ. സ്തോത്രം. മറ്റൊന്നുമില്ല എങ്കിൽ നമുക്ക് ഈ വചനങ്ങളിൽ നിന്ന് ആത്മീയ ഉത്തേജനമേറ്റെടുത്ത് കർത്താവിന്റെ വരവിനായി, കർത്താവിനോട് സമരായി, കർത്താവിന്റെ കൂടെ നിത്യത ചെലവഴിക്കുന്നതിനുള്ള ഒരുക്കത്തിന് വേണ്ടി നമ്മെ സമർപ്പിക്കാം. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം.